രാവിലെ തന്നെ നമ്മൾ തേങ്ങ പതിക്കാൻ പോവുകയാണ്. നമുക്ക് കുറച്ച് തേങ്ങയുണ്ട്, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങയാണ്. നമുക്കിവിടെ കാണാം തേങ്ങ. കുറച്ച് ഉണങ്ങിയ തേങ്ങയുണ്ട്, കുറച്ച് പച്ച തേങ്ങയുണ്ട്. ഇവിടെ പച്ച തേങ്ങ നമുക്ക് കാണാം, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഉണങ്ങിയ തേങ്ങയുണ്ട്. അപ്പോൾ ഈ രണ്ട് തേങ്ങ നമുക്കിന്ന് പൊതിച്ചെടുക്കണം. വീട്ടാവശ്യത്തിനുള്ളതാണ്, നമ്മളെ സ്വന്തം ആവശ്യത്തിന് വീട്ടിലേക്കുള്ളതാണ് നമ്മൾ പൊതിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കത് സ്വയം, നമുക്ക് മറ്റവരുടെയും സഹായമില്ലാതെ സ്വയം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മുടെ ജോലി നമ്മൾ സ്വയം ചെയ്യുക എന്ന ഒരു തത്വം അതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മെനക്കെട്ടാൽ നമുക്ക് സാധിക്കും, മറ്റൊരാൾ ആവശ്യമില്ല അതിന്. അപ്പം ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ സ്വയം ചെയ്താൽ നമുക്ക് അല്പം ഒരു വ്യായാമം കിട്ടും, ഒരു ശരീരത്തിന് ആശ്വാസമാവും. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ജോലി, ഈ തേങ്ങ മൊത്തം പൊളിച്ചെടുക്കണം. ഇതിൽ കുറച്ച് ഉണങ്ങിയ തേങ്ങയുണ്ട്, ബാക്കി പച്ച തേങ്ങയാണ്. നമുക്കിവിടെ കാണാം. ये जो दिख रहा है आपके सामने नारियल है, ये पूरा इसको तोड़ना है. तोड़ना मतलब इसकी कवर के अंदर से बाहर करना है. इसको फोड़ के जो है ना नारियल बाहर करना है, और उसके बाद में जो उसको काट के सुखाना है. उसके बाद में जो है ना ये जो तेल बनाना है उसको, ठीक है. तो देखते हैं कैसा इसको काटते हैं, कैसा निकालते हैं और कैसा तेल बनाते हैं, ये भी देखते हैं, ठीक है. वो तेल बोले तो नारियल वाला तेल. ओके, तो आइए शुरू करते हैं हम. നമുക്ക് തുടങ്ങാം. ഒരു ആദ്യത്തെ തേങ്ങ എടുത്തിട്ട് നമുക്ക് പൊളിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നോരായിട്ട് തുടങ്ങാം. പല आइए हम शुरू करते हैं, ठीक है. यहाँ से
ये जो नारियल जो दिख रहा है ना अपना खुद का है, किसी और का नहीं, बाहर का नहीं, अपना ही है। घर के लिए तेल बना रहा हूँ, घर के इस्तेमाल के लिए तेल के लिए बना रहा हूँ। आपको सामने दिखेगा हमारे नारियल पेड़ यहाँ पर दिख रहा है, एक दिख रहा है और ये दिख रहा है और आगे पीछे, यहाँ आगे पीछे नीचे ऊपर सारे നാരിയൽ ദിക്കായി തേക്കാം അപ്പോൾ നമ്മുടേതായിട്ട് തന്നെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് പിന്നെ വെട്ടി പൊതിച്ച് വെട്ടി ഉണക്കി നമുക്ക് വെളിച്ചെണ്ണ ആക്കണം. അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങിയതാണ്, ഉണങ്ങിയ തേങ്ങ. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ഇത് പച്ച തേങ്ങയാണ്. അപ്പം ഈ തേങ്ങ നമ്മൾ കൂട്ടിലിട്ട് ഉണക്കിയതായിരുന്നു നേരത്തെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വെയിലുള്ളത് കാരണം നമ്മൾ വെട്ടി ഉണക്കി വെളിച്ചെണ്ണ ആക്കാൻ പോവാണ്. പിന്നെ അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മുടെ പരിപാടി നമുക്കിവിടെ തുടങ്ങാം. ഇത് ഒരു തരം മുളകാണ്, ചെറിയ ചെറിയ രീതിയിലുള്ള മുളകുകളും മറ്റുമൊക്കെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കേട്ടോ. ഇവിടെയൊക്കെ പഴുത്ത മുളക് നിപ്പുണ്ട്. मिर्ची है एक, देखिए छोटा सा है मगर बहुत तेज़ है ये मिर्ची है. मिर्ची बहुत सारे किस्म के होता है, इसमें किस्म है ये. और ये जो सूखा हुआ नारियल ये दिख रहा है वो कच्चा दिख रहा है, उसको छीलना है. उसको छील के उसका अंदर से उसका वो निकालना, क्या बोलते हैं उसको, पानी निकालना है और उसको काटना है, उसको धूप पर रख के सुखाना है. उसकी सूखने के बाद जो है चक्की पहले जाके पीसेंगे, उसके बाद में जो तेल निकल जाएंगे. ओके, एकदम ओरिजिनल प्योर तेल रहेगा. ओके, तो उसको शुरुआत हम करते हैं और आज सुबह सुबह यही काम है हमारा. तो आइए देखते हैं कैसा क्या है. ओके, बना रहिए हमारे साथ, लाएंगे हम इस तरह के छोटे मोटे वीडियोस और आपके साथ ഷെയർ करते रहेंगे. ഓക്കെ, बढ़ते रहेंगे आपके पास. ഓക്കെ, സുഹൃത്തുക്കൾ, നമ്മുടെ തേങ്ങവളി ഇവിടെ കഴിഞ്ഞു. ഏതാണ്ട് ഒരു 4-5 പീസേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിവിടെ പൊളിച്ചു കഴിഞ്ഞു. ഇവിടെ കൂട്ടിയിട്ടുണ്ട് പൊളിച്ച തേങ്ങ, ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാക്കിനകത്ത് ഇവിടെ തേങ്ങ ഇതൊക്കെ പൊളിച്ചു തീർന്നു. ഇനി ഇല്ല, വിളഞ്ഞ തേങ്ങയാണ് ഇതാണ്ടോ. വിളഞ്ഞത്തിൻ്റെ അകത്ത് തൈ വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വരെ ആയിട്ടുണ്ട്. ഇവിടെ മുളച്ചിട്ടുണ്ട് ഒരു 3-4 बाकी. दोस्तों ये जो है पूरा हो चुका, पूरा जितना भी नारियल था ना, पहले दिख रहा था ना, पूरा यहाँ पे जमा हुआ था. पूरा जितना मैं छील लिया, पूरा कुछ छील के यहाँ पे जमा किया है, देखिए. और ये गोनी में कुछ भरा हुआ है, ये रहा. और पूरा छील लिया उसका, ये जो है ना पूरा है उसका ये, ठीक है.
तो अभी बचा कितना, 6 पीस कुछ बचा है। 1 2 3 4 5 6 पीस बचा हुआ, तो उसको पूरा ख़त्म करके फिर कल उसको काटेंगे, काट के फिर सुखाएंगे, उसके बाद में चक्की में ले जाएंगे। ओके, पूरा दिखा दूंगा मैं। ओके।